അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലി ഇബാദില്ലാഹി സ്വലീം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പരിശുദ്ധമായ പവിത്രമാക്കപ്പെട്ട ഷാബാൻ മാസത്തിലാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഷാബാൻ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ചൊല്ലേണ്ട ദിക്റുകളും സ്വലാത്തുകളും അതുപോലെ തന്നെ ഖുർആനും എല്ലാം നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ദിക്റുകൾ എന്തൊക്കെയാണ്, സ്വലാത്തുകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ആയത്തുകൾ ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ മാസവും നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾക്ക് പുറമേ ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ മാത്രമേ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെയുള്ള പവിത്ര മാസങ്ങളെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുള്ളൂ. അതിനാൽ തന്നെ ഷാബാൻ മാസം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പവിത്രമാക്കപ്പെട്ട ബർക്കത്തുള്ള, റഹ്മത്തുള്ള, നന്മ കൂടുതൽ വാരിക്കോരി ചൊരിയുന്ന പവിത്രമായ മാസത്തിൽ ഒന്നാമതായി നമ്മൾ അറിയേണ്ടത്, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നമസ്കാരം. അത് നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. അത് സത്യവിശ്വാസിയായിട്ടുള്ള ഒരു മുഅ്മിനീനെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് നമസ്കാരം നിലനിർത്തുക എന്നത്. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യവേളയിലും ഉമ്മത്തിങ്ങളോട് ഉണർത്തിയത് നമസ്കാരത്തെ നിങ്ങൾ നിലനിർത്തണേ എന്നാണ്. നമസ്കരിക്കണേ എന്നല്ല, നമസ്കാരം നിലനിർത്തണേ. നമസ്കരിക്കാൻ എല്ലാവർക്കും സാധിക്കും, പക്ഷേ നമസ്കാരം അതിൻ്റെ സമയങ്ങളിൽ കൃത്യമായിട്ട് നിർവഹിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരും തയ്യാറാവണം. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിനെ നിലനിർത്താനാണ് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അന്ത്യവേളയിൽ നമ്മെ എല്ലാവരും ഉണർത്തിയത്. അതിനാൽ തന്നെ ഷഹാദത്ത് കലിമ കഴിഞ്ഞാൽ തന്നെ പിന്നെ നിർബന്ധമായി വരുന്ന ഒരു കാര്യമാണ് നമസ്കാരം നിലനിർത്തുക എന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും, അതെല്ലാം എന്ത് കാര്യങ്ങളിലാണോ നമ്മൾ ഏർപ്പെടുന്നത്, ആ കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് ബാങ്കുലികൾ നമ്മുടെ ശ്രവണ നാളികളിൽ പതിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി തയ്യാറാവണം. അതിപ്പോൾ നമ്മളെ കൂട്ടത്തിൽ കലാവുള്ള ആളുകളുണ്ടാവും, അതുപോലെ തന്നെ നമസ്കാരം ഉപേക്ഷിച്ച ആളുകളുണ്ടാവും. അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും റഹ്മത്തുകൾ വാരിക്കോരി ചൊരിയുന്ന ഈ പവിത്രമായ ഷാബാൻ മാസത്തിൽ നമ്മൾ നമസ്കാരത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. റജബ് മാസത്തിൽ അള്ളാഹുവിൻ്റെ ദൂതർ മിഹ്റാജ് യാത്രയിൽ പോയിട്ട് നമുക്ക് സമ്മാനിച്ചു നൽകിയ ആ 5 വക്ത് നമസ്കാരം അത് നമ്മൾ മുറുകെ പിടിക്കാൻ വേണ്ടി തയ്യാറാവണം. അതിൻ്റെ ഇടയിൽ നമ്മൾ മറ്റുള്ള ഹോബികളിലേക്ക് നമ്മൾ മുഴുകാൻ പാടില്ല. അപ്പോൾ ഒരു കലാവുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ശാരീരിക പ്രവർത്തനങ്ങൾ ഒഴിച്ച് മറ്റുള്ള ജോലികളിൽ ഏർപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ മൊബൈൽ നോക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോട് സംസാരിക്കുകയോ കളിക്കുകയോ അങ്ങനെയുള്ള എന്ത് ഏർപ്പാടുകളിലും അവർ ഏർപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം നിഷിദ്ധമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അതെല്ലാം ഹറാമാണ്. കാരണം നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ശേഷം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾക്ക് എത്രത്തോളം പോയ നിസ്കാരമുണ്ടോ, ആയി പോയ നിസ്കാരമുണ്ടോ, അതെല്ലാം നമ്മൾ മടക്കി വീട്ടാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം. അത്രത്തോളം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇസ്ലാമിൽ നമസ്കാരം എന്നത്. അതിനാൽ തന്നെ നമ്മൾ നമസ്കാരം നിലനിർത്താൻ വേണ്ടി സാധിക്കണം. ഇപ്പോൾ സുബഹിൻ്റെ സമയത്തൊക്കെ നമ്മളിൽ ചില സ്ത്രീകളും പുരുഷന്മാരൊക്കെ വോക്കിങ്ങിനൊക്കെ പോകാറുണ്ട്. പക്ഷേ അത് നമസ്കാരം ഉപേക്ഷിച്ചു കൊണ്ടാണ് ആ ഒരു പ്രവർത്തനത്തിന് മുതിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നിഷിദ്ധമാണ്, ഹറാമാണ്. ആ ഒരു പോക്ക് തന്നെ അത് അവൻ്റെ ഭാവിയിൽ അത് ദോഷം ചെയ്യുകയേ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഏതൊരു ജോലിയിൽ ഏർപ്പെടുമ്പോൾ
നമസ്കാരം ഉപേക്ഷിച്ചുകൊണ്ടാണോ നമ്മുടെ പ്രവർത്തനം എങ്കിൽ അവിടെ ഒരു ഖൈറും ഉണ്ടാവില്ല, ഒരു ബർക്കത്തും ഉണ്ടാവില്ല. അതിനാൽ നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ട് നമസ്കാരത്തെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ ജോലിയിൽ വ്യാപൃതരാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ റഹ്മത്തും ബർക്കത്തും ഉണ്ടാവും. അതിനാൽ തന്നെ ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന എല്ലാവരും നമസ്കാരം നിലനിർത്തണം എന്നതാണ് ഈ അവസരത്തിൽ ആദ്യമായി ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാമത്തെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് നമസ്കാരം ഉപേക്ഷിക്കുക എന്നത്. രണ്ടാമത് പറയാനുള്ളത് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടത്തേക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇഷ്ടപ്പെട്ട ഒരു മാസമാണ് ഷാബാൻ മാസം എന്നത് നമുക്ക് തീർച്ചയായിട്ടും ഹദീസിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യമാണ്. അവിടുന്ന് പറഞ്ഞത് ഷഹബാൻ ഷഹരി, ഷാബാൻ എൻ്റെ മാസമാണ് എന്നാണ്. അതുകൊണ്ട് ഈ ഷഹബാൻ മാസത്തിൽ നമ്മൾ അനാദരവായിട്ടുള്ള ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടുന്ന പവിത്രമായ ഈ സുന്ദര മാസത്തിൽ റഹ്മത്ത് വാരിക്കോരിച്ചൊരിയുന്ന അള്ളാഹു സുബ്ഹാനഹു തആല യശഹദു റഹ്മത്ത് കൂടുതൽ വാരിക്കോരിച്ചൊരിയുന്ന നിഅമത്ത് വാരിക്കോരിച്ചൊരിയുന്ന പവിത്രമായ ബർക്കത്താക്കപ്പെട്ട ഈ സുന്ദരമായ ഷാബാൻ മാസത്തിൽ അനാദരവായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ എനിക്കൊരു മകനുണ്ട് അല്ലെങ്കിൽ മകളുണ്ട്. ആ മകൾക്ക് അനിഷ്ടപ്പെടാത്ത ഒരു കാര്യം ഒരാൾ ചെയ്യുമ്പോൾ നമ്മൾ സഹിക്കുമോ? അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന കാര്യം. നമ്മൾ അനിഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവിടുത്തെ നമ്മുടെ ഹബീബിന് അത് സഹിക്കുകയില്ല, ഇഷ്ടപ്പെടുകയില്ല. അവസാന സമയത്തും നമ്മുടെ ഹബീബ് എൻ്റെ ഉമ്മത്തി എന്ന് തേങ്ങിക്കരഞ്ഞ ഒരു സന്ദർഭം നിങ്ങൾക്ക് ഹദീസിൽ നോക്കിയാൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നമ്മളെ അത്രത്തോളം പ്രിയപ്പെട്ട ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഹബീബിനെ നമ്മൾ ഒരിക്കലും ഹബീബിൻ്റെ മാസത്തിനെ ഒരിക്കലും നമ്മൾ കളങ്കപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ട് അനാദരവായിട്ടുള്ള ഒരു കാര്യവും നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് എന്നാണ് ഈ അവസരത്തിൽ എന്നോടാണെങ്കിലും നിങ്ങളോടാണെങ്കിലും ഓർമ്മപ്പെടുത്താനുള്ളത്. അനിഷ്ടമായിട്ടുള്ള ഒരു കാര്യവും ഹറാമായിട്ടുള്ള ഒരു കാര്യവും അതുപോലെ തന്നെ അങ്ങനെ ഹറാമായിട്ടുള്ള ഒരു കാര്യവും നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. കാരണം ഇനി വരുന്ന റമളാനാണ്. ആ റമളാനെ നമുക്ക് നല്ലതുപോലെ ഉപയോഗപ്പെടുത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പവിത്രമായ റജബ് ഷാബാൻ മാസത്തിൽ നമ്മൾ നല്ലതുപോലെ കെയർ ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും പുണ്യങ്ങളെ പുതുക്കാലമായ നമ്മുടെ പവിത്രമായ റമളാൻ മാസത്തെ നമുക്ക് നല്ലപോലെ വരവേൽക്കാനും സ്വീകരിക്കാനും അല്ലാഹുവിൻ്റെ തൗഫീഖോടുകൂടി കൂടുതൽ ഇബാദത്തിലായി ധന്യരാകാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അതാണ് നമുക്ക് രണ്ടാമതായി അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. മൂന്നാമതായി പറയാനുള്ളത് പിണങ്ങി നടക്കാൻ പാടില്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പിണങ്ങി നടക്കുക എന്നതുള്ളത് ഇസ്ലാമിൽ ഒരിക്കലും പ്രോത്സാഹനം നൽകാത്തതാണ്. 3 ദിവസം ഒരു മുഅ്മിനായ വ്യക്തിയോട് നമ്മൾ പിണങ്ങി നടന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ബന്ധപ്പെട്ടവരോടാണെങ്കിലും അയൽവാസികളോടാണെങ്കിലും സുഹൃത്തുക്കളോടാണെങ്കിലും ഫ്രണ്ട്സുകളോടാണെങ്കിലും ആരോടാണെങ്കിലും നമ്മൾ പിണങ്ങി നടക്കാൻ പാടില്ല. പവിത്രമായ ബർക്കത്ത് റഹ്മത്ത് കോരിച്ചൊരിയുന്ന ഈ പവിത്രമായ ഷഹബാൻ മാസത്തിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടേക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ സുന്ദര മാസത്തിൽ നമ്മൾ എന്തായാലും ആരോടും പിണങ്ങി നടക്കാൻ പാടില്ല. പിണങ്ങി നടക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അവർ ചെയ്യുന്ന ഒരു സൽക്കർമ്മവും അള്ളാഹുവിലേക്ക് ഉയരുകയില്ല എന്ന് മാത്രമല്ല, പിന്നെ അതുപോലെ തന്നെ ഈ മാസം എന്ന് പറയുന്നത് നമ്മുടെ ഫയലുകൾ അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് റെക്കോർഡ് ചെയ്യപ്പെടുന്ന മാസമാണ്. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്, നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഇബാദത്തുകളെല്ലാം ഈ പവിത്രമായ ഷാബാൻ മാസത്തിലാണ് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത്. അതിനാൽ തന്നെ നമ്മളുടെ അമലുകൾ ഉയർത്തപ്പെടുന്ന നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് ഹാജരാക്കപ്പെടുന്ന ഈ പവിത്രമായ സുന്ദരമായ ഷാബാൻ മാസത്തിൽ ഒരിക്കലും നമ്മൾ ആരോടും പിണങ്ങി നടക്കാൻ പാടില്ല. നമ്മളുടെ അയൽവാസികളോടാണെങ്കിലും ഫ്രണ്ട്സുകളോടാണെങ്കിലും കുടുംബത്തിനോടാണെങ്കിലും ആരോടാണെങ്കിലും കുടുംബബന്ധം ചേർക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിൽ ഇത്രയും വലിയ പോരിശയുള്ള ഇത്ര നല്ല ഒരു പ്രതിഫലം ലഭിക്കുന്ന നന്മ ലഭിക്കുന്ന മഹത്തരമുള്ള ഒരു കാര്യവുമില്ല. അതിനാൽ തന്നെ കുടുംബബന്ധം ചേർക്കാൻ വേണ്ടി ചെറിയ കള്ളം പറയും പോലും ഇസ്ലാമിൽ അനുവദനീയമാണ്. കാരണം എന്താണ്, അവിടെ ആ ഒരു ബന്ധം, ആ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു ബന്ധം ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവരെ ഒന്നിപ്പിക്കാൻ വേണ്ടി, ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാമിൽ അങ്ങനെ ഒരു ഇത് അവിടെ വെക്കുന്നത്. അതൊരു കളവ് പറയലല്ല, അവിടെ ഒരു നന്മ പ്രവർത്തിക്കലായിട്ടാണ് ഇസ്ലാമിൽ കണക്കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ
നമ്മുടെ ഭാര്യമാരോടാണെങ്കിലും ഭർത്താക്കന്മാരോടാണെങ്കിലും അതുപോലെ തന്നെ അയൽവാസികളോടാണെങ്കിലും ആരോടും നമ്മൾ പിണങ്ങി നടക്കാൻ പാടില്ല. നമ്മൾ സൗഹൃദ ബന്ധം സൃഷ്ടിക്കണം. ഫോണിലൂടെ ആണെങ്കിൽ ഫോണിലൂടെ, അതുപോലെ തന്നെ നമുക്ക് അടുത്തുള്ളവരാണെങ്കിൽ ചെന്ന് കണ്ടുകൊണ്ട് സലാം പറഞ്ഞുകൊണ്ട് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഷാബാൻ മാസത്തിൻ്റെ പോരിശയും അതുപോലെ തന്നെ റഹ്മത്തും ബർക്കത്തും നമ്മൾ നേടിയെടുക്കണം എന്നതാണ് ഈ അവസരത്തിൽ വീണ്ടും ഓർമ്മപ്പെടുത്താനുള്ളത്. നാലാമതായി പറയാനുള്ളത്, നാലാമത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത്, ഷാബാൻ മാസം മാത്രമായതുകൊണ്ട്, ഷാബാൻ മാസം ഒരു പോരിശുള്ള മാസമാണല്ലോ, ഒരു ബർക്കത്തുള്ള മാസമാണല്ലോ, അതുകൊണ്ട് ഷാബാൻ മാസത്തിൻ്റെ പകുതി കഴിഞ്ഞതിൻ്റെ ശേഷം നോമ്പ് പിടിക്കൽ അത് ഹദീസിൽ നിഷിദ്ധമാണ് എന്നതാണ് കാണുന്നത്. ഷാബാൻ മാസത്തിൽ നോമ്പ് നോൽക്കുന്ന ഏറ്റവും പവിത്രമാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ നോമ്പ് അനുഷ്ഠിച്ചതും ഇബാദത്തുകൾ ധന്യമായതുമെല്ലാം ഈ പവിത്രമായ ഷാബാൻ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ ഷാബാൻ മാസം ഒരാൾ കരുതാണ്, ഷാബാൻ മാസം എന്തായാലും പകുതി ആവട്ടെ, പകുതി ആയതിൻ്റെ ശേഷം എന്തായാലും പുണ്യമായ മാസമാണല്ലോ, ഇനി അങ്ങോട്ട് നോമ്പ് നോൽക്കാം എന്ന് കരുതിയിട്ട് ഷാബാൻ മാസം പകുതി കഴിഞ്ഞതിൻ്റെ ശേഷം ബറാഅത്ത് നോമ്പ് പിന്നിട്ടതിൻ്റെ ശേഷം നോമ്പ് അനുഷ്ഠിക്കൽ അത് നിഷിദ്ധമാണ്. അല്ലാത്ത ആളുകളെ സംബന്ധിച്ച് കളാവ് കിട്ടുന്നവർക്ക് കളാവ് കിട്ടാം. അതുപോലെ തന്നെ ഷാബാൻ മാസത്തിൻ്റെ തുടക്കത്തിൽ 3 ദിവസം നോമ്പ് അനുഷ്ഠിക്കൽ വളരെ പുണ്യമാണ്. മധ്യത്തിൽ 3 നോമ്പ് അത് വളരെ പുണ്യമാണ്.